അച്ഛൻ ഇനി നിലത്ത് കിടക്കണ്ട എന്നു പറഞ്ഞ സച്ചി തന്റെ റൂമിലെ കട്ടിലും ബെഡും ഒക്കെ ഹാളിലേക്ക് കൊണ്ടുവയ്ക്കുവാണ്. ഇതൊന്നും വേണ്ടടാ എന്ന് അച്ഛൻ പറയുമ്പോ, വേണം, എന്റെ റൂം പോയില്ലേ, എന്നെ കൊണ്ട് തറയിലൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ചന്ദ്രമതി. ഇപ്പോ റൂമിന്റെ പ്രശ്നം തീർന്നല്ലോ, ഇനി മുതൽ ഈ വീട്ടില് ഒരു ബഹളങ്ങളും പാടില്ല, എല്ലാരും ഒരുമിച്ച് ജീവിക്കണം എന്നച്ഛൻ എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ട്. അച്ഛാ, ഞാനും സച്ചേട്ടനും ടെറസിൽ പോയി കിടന്നോളാം, അച്ഛനും അമ്മയും ഞങ്ങളുടെ റൂം എടുത്തോ എന്ന് രേവതി പറഞ്ഞപ്പോ അവള് പറഞ്ഞതാ ശരി, ഇവര് ടെറസിൽ പോയി കിടക്കട്ടെ, നമുക്ക് റൂമിൽ പോയി കിടക്കാം എന്ന് പറയുവാണ് ചന്ദ്രമതി. ചന്ദ്രേ, ഞാനും നീയും ഈ വീട്ടില് ഒരു ജോലിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കുവല്ലേ? സച്ചി കാർ ഓടിച്ച് ദേഹം മൊത്തം വേദനയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. രേവതിയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. അപ്പോ അവർക്ക് രണ്ടുപേർക്കും സമാധാനമായി ഒന്ന് ഉറങ്ങണ്ടേ? രേവതി മോളെ, ഞങ്ങൾ ഹാളിൽ തന്നെ കിടന്നോളാം, എനിക്കും ചന്ദ്രയ്ക്കും യാതൊരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് നല്ല ദേഷ്യത്തിലിരിക്കുവാണ് ചന്ദ്രമതി. ആ സമയത്ത് വർഷയും ശ്രീകാന്തും ഒക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടേക്ക് എത്തുകയാണ്. ഇത് സച്ചേട്ടന്റെ റൂമിലെ കട്ടിലല്ലേ, ഇതെന്താ പുറത്തേക്ക് എടുത്തു വച്ചിരിക്കുന്നേ? അകത്തെന്തെങ്കിലും പെയിന്റ് വർക്ക് നടക്കുന്നുണ്ടോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഇനി അച്ഛനും അമ്മയും ഹാളിലാ കിടക്കാൻ പോകുന്നേ, നിന്നെപ്പോലെ ഒരുത്തൻ വീട്ടിലുണ്ടായാൽ മതിയല്ലോ, ജന്മം നൽകിയവരൊക്കെ റോഡിൽ വന്ന് കിടക്കേണ്ട അവസ്ഥയായി എന്ന് പറയുകയാണ് സച്ചി. അങ്കിൾ, ഇത് വീട് തന്നെയല്ലേ, അല്ലാതെ ജയിലോ ലോഡ്ജോ ഒന്നും അല്ലല്ലോ, റൂം പൂട്ടി ചാവി എടുത്തോണ്ട് പോയിരിക്കുന്നു എന്ന് വർഷ പറയുമ്പോ, ഇനി ഒരു പ്രശ്നവും റൂമിന്റെ പേരിൽ വേണ്ട, നിങ്ങൾ രണ്ടുപേരും എന്റെ റൂമിൽ താമസിച്ചാൽ മതി എന്നച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് 2 ദിവസം പോലും റൂം അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല, അത്രത്തോളം പുറത്തു നിന്നും വന്ന ഒരുത്തി ഭർത്താവിനെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ ചന്ദ്രമതി രേവതിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ചന്ദ്രേ, നീ വെറുതെ ഇരിക്ക്, ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട, ശ്രീകാന്തെ, നീ വർഷയും കൂട്ടി ഞങ്ങളുടെ റൂമിലേക്ക് പോവാൻ നോക്ക് എന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ്. വേണ്ടച്ചാ, അച്ഛനിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നതല്ലേ, അച്ഛൻ പുറത്ത് കിടക്കണ്ട, ഞങ്ങൾ പോയി പുറത്ത് കിടന്നോളാം, അച്ഛൻ റൂമിൽ കിടന്നാ മതി എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എടാ, ഇതിനാണോ ഞാൻ ഇത്രയും ദൂരം പോരാടിയത്? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇതിനാണോടാ? നീ സംസാരിക്കാതെ അകത്തേക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര വരികയാണ്. എടാ ശ്രീകാന്തെ, അച്ഛനൊരു തീരുമാനം എടുത്തില്ലേ, നീ അകത്തേക്ക് പോ എന്ന് പറഞ്ഞ് സ്തുതി വന്നപ്പോ, നീ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? നീ ഈ വീട്ടിലെ പയ്യൻ തന്നെ അല്ലേ, വന്ന ദിവസം തന്നെ നീ പുറത്തേക്ക് പോയാലേ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും, നമ്മുടെ കുടുംബത്തിനല്ലേ ചീത്തപ്പേര് എന്നു പറഞ്ഞ് ശ്രുതിയും എത്തുകയാണ്. അവൻ പറഞ്ഞില്ലേ പോയിക്കൊള്ളാമെന്ന്, അവൻ പോട്ടെ എന്ന് സച്ചി പറയുമ്പോ, അവൻ എന്തിനാ പോകുന്നേ? കണ്ണിക്കണ്ടവരൊക്കെ ഈ വീട്ടിൽ തന്നെയുണ്ട്, അപ്പോ എന്റെ മകനും മരുമകൾക്കും ഈ വീട്ടിൽ താമസിച്ചാൽ എന്താ? ശ്രീകാന്തെ, നീ അകത്ത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ നോക്കുകയാണ്. ആക്ച്വലി ഇത് നിങ്ങളുടെ തെറ്റാ അങ്കിൾ, നിങ്ങളാ തെറ്റ് ചെയ്തിരിക്കുന്നേ എന്ന് വർഷ പറയുന്നത് കേട്ട് അച്ഛനാകെ വല്ലാതിരിക്കുവാണ്. എന്താടി നീ പറയുന്നേ? തെറ്റെല്ലാം നീ ഇവനും ചെയ്തു വെച്ചിട്ട് എന്റെ അച്ഛനെ പറയുന്നോ എന്ന് ചോദിച്ച് സച്ചി വർഷയോട് തട്ടിക്കയറുന്നുണ്ട്. പക്ഷെ വർഷ, ഈ റൂം ഇഷ്യൂ വന്നതിന് കാരണം അങ്കിള് തന്നെ അല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. വർഷേ, നീ എന്താ ഈ പറയുന്നേ? നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ റൂം വിട്ടു തന്നത്, എന്നിട്ട് നീ എന്തിനാ അച്ഛനാണ് കാരണമെന്ന് പറയുന്നേ എന്നു പറഞ്ഞ രേവതിയും വർഷയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്കിളിന് ലോങ് വിഷൻ ഒന്നുമില്ല ഏട്ടത്തി, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലം വന്നത്. ഈ വീട്ടില് 3 മക്കളില്ലേ, എല്ലാരും വളരുമ്പോ ഓരോരുത്തർക്ക് ഓരോ റൂം പണിത് കൊടുക്കണ്ടേ, ആ ഉത്തരവാദിത്തം അച്ഛനല്ലേ, അപ്പോ ഈ പ്രോബ്ലം വരുമായിരുന്നോ എന്ന് ചോദിക്കുവാണ് വർഷ. എന്നാ നിന്റെ കുടുംബത്തിൽ നിന്ന് 10 പേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് 10 റൂം കെട്ടിക്കൊടുക്കാം, ഞങ്ങളെന്താ സത്രം വലതുമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ച് സച്ചി ചൂടാവുകയാണ്. എടാ സച്ചി, നീ ചുമ്മാ ഇരിക്കടാ മോളെ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. മക്കള് 3 പേരും ഓരോരുത്തർക്കും വേണ്ടി റൂം വിട്ടുകൊടുക്കുമെന്നാ ഞാൻ കരുതിയത്. എന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ആ തെറ്റ് ഞാൻ ഇപ്പൊ തിരുത്തുകയാണ്. നിങ്ങൾ അകത്തേക്ക് പോ, ശ്രീകാന്തെ, വർഷയെ കൂട്ടിക്കൊണ്ടുപോടാ എന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ്. വേണ്ടച്ഛ, അച്ഛനെ പുറത്ത് കിടത്തിയിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോ, അച്ഛൻ പറഞ്ഞില്ലേ അവർക്കൊരു പ്രശ്നവും ഇല്ലെന്ന്, നീ വരുന്നുണ്ടോ? എന്റെ സ്യൂട്ട് കേസും വരുമ്പോ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞ് വർഷ അച്ഛന്റെ റൂമിലേക്ക് പോവുകയാണ്. അത് കണ്ട് ശ്രീകാന്ത് വർഷയുടെ പെട്ടികളൊക്കെ എടുത്ത് അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. കണ്ടില്ലേ അച്ഛ, ആ പെണ്ണ് എങ്ങനെയാ സംസാരിച്ചിട്ട് പോയതെന്ന്? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ പെണ്ണ് ഈ വീടിന് ചേരില്ലാന്ന്. അങ്ങനെ സച്ചി വന്ന് പറയുമ്പോ, എടാ നീ രേവതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിരിക്കുവാണ് അച്ഛൻ. എന്റെ വാക്ക് ഇവിടെ ആരും കേൾക്കില്ലല്ലോ, ആ പെണ്ണ് കാരണം ഈ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ വരും,
അപ്പോൾ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് സച്ചി തന്റെ റൂമിലേക്ക് പോവുകയാണ്. എല്ലാവരും പോയ ശേഷം ഈ വീട്ടിലേക്ക് വന്നത് ആദ്യം ഞങ്ങളല്ലേ, എന്നിട്ട് നമുക്കിപ്പോ റൂം ഇല്ലാതായി പോയില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര സങ്കടപ്പെടുകയാണ്. ഇപ്പോഴും വീട്ടിനകത്ത് തന്നെയല്ലേ നീ ഇരിക്കുന്നത്? 3 മരുമകൾക്ക് നടുവില് ജീവിക്കണമെന്ന് നീ തന്നെയല്ലേ ആഗ്രഹിച്ചത്? മൂത്ത മരുമകള് ദേ ആ റൂമിലുണ്ട്, രണ്ടാമത്തെ മരുമകള് ഈ റൂമിലുണ്ട്, പിന്നെ 3-മത്തെ മരുമകള് ദേ ആ റൂമിലുണ്ട്, നടുവിൽ അമ്മായിയമ്മയായ നീയും ഇരിക്കുന്നു. പിന്നെ എന്ത് വേണം ചന്ദ്രേ നിനക്ക് എന്ന് പറഞ്ഞ അച്ഛൻ ചന്ദ്രമതിയെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ട് ചിരിക്കുന്നോ? എനിക്കാണെങ്കിൽ നിങ്ങളെപ്പോലെ ചിരിയൊന്നും വരുന്നില്ല. ഞാൻ ആകെ ടെൻഷനിലാണ്. എനിക്ക് പുറത്ത് കിടന്ന ഉറക്കം വരില്ല എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി. മഴക്കാലത്തെ എത്രയോ പേര് വീട് പോലും ഇല്ലാതെ പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു. നമ്മളാണെങ്കിൽ വീടിനകത്തല്ലേ കിടക്കുന്നേ. മക്കളെല്ലാരും അകത്തുമുണ്ട്. അവർക്ക് നിറയെ കുട്ടികൾ പിറന്ന ഇവിടെ ഓടിച്ചാടി അവര് നടക്കും. അതോർത്ത് നീ സന്തോഷിക്ക്. നമ്മുടെ ജീവിതം തന്നെ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയുള്ളതല്ലേ. നീ പോയി ഉറങ്ങാൻ നോക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ കിടന്നുറങ്ങുവാണ്. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം വർഷ ശ്രീകാന്തിനെ വിളിച്ചുണർത്തി ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് നമ്മള് എവിടെയാ ഉറങ്ങാൻ പോകുന്നതെന്നറിയോ എന്ന് പറഞ്ഞ് വർഷ ഒരു ടെന്റ് കാണിച്ചു കൊടുക്കുവാണ്. ഇതെങ്ങനെ ടെറസിന് മുകളിൽ ഈ ടെന്റ് കെട്ടി എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, ഇന്ന് തിരിച്ചു വരുമ്പോ ഞാൻ വാങ്ങിക്കൊണ്ടു വന്നതാ. പിന്നെ നിങ്ങളുടെ ചേട്ടൻ ഇന്ന് റൂം പൂട്ടിക്കൊണ്ടല്ലേ പോയത്. തിരിച്ചു വരുമ്പോ നമുക്ക് കയറി കിടക്കാൻ റൂമില്ലെന്നാ ഞാൻ കരുതിയത്. അത് വിചാരിച്ച് വാങ്ങിയതാ. ഇന്ന് നമ്മൾ റൂമിൽ കിടക്കുന്നില്ല, ഈ ടെന്റിനകത്താ കിടക്കുന്നേ എന്ന് പറഞ്ഞ് വർഷ ശ്രീകാന്തിനെ അതിനകത്തേക്ക് കയറ്റുവാണ്. അങ്ങനെ അവർ റൂമിൽ കിടക്കാതെ ടെന്റിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്.